ബീഹാറിൽ 243 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായ ബഹാദുർപൂർ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു ബൂത്ത് 82, 81 എന്നീ രണ്ട് ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളത്. ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം ഡൽഹിയിൽ നടത്തിയപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് പലരുടെയും വോട്ടുകൾ റദ്ദാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാര്യം ഇതിനകം തന്നെ കൃത്യമായ രേഖകൾ നൽകി വോട്ടുകൾ തിരിച്ചു കിട്ടാൻ വേണ്ടി സമർപ്പിച്ചിട്ടെങ്കിൽ പോലും പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ഗ്രൗണ്ട് സ്റ്റഡി തന്നെ നടത്തി ഇതെങ്ങനെയാണ് വോട്ട് കട്ട് ചെയ്തിരിക്കുന്നത്, ഇത് ആരുടെയൊക്കെയാണ് വോട്ട് ഇവിടെ റദ്ദായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പരിശോധിക്കാൻ മീഡിയ സംഘം തുടരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തീരുമാനിക്കേണ്ടത്, കാര്യം കരട് വോട്ടർ പട്ടിക പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ കൃത്യമായി വോട്ട് റദ്ദായി എന്നുള്ളത് കൊണ്ട് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ BLOമാർക്ക് ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നത്. ആ വോട്ടുകൾ വീണ്ടും പുനഃസ്ഥാപിച്ചോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത പലർക്കും ബീഹാറിൽ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വോട്ടില്ല. വോട്ടർ പട്ടികയിൽ കരട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് നിരന്തരം പരാതികൾ കൊടുക്കുകയും BLOക്ക് കൃത്യമായ ഡോക്യുമെൻറ്റുകൾ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ട് പോലും ഇവർക്ക് വോട്ട് പുനഃസ്ഥാപിച്ചിട്ടില്ല. അത് പ്രത്യേകിച്ച് ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ വസതികളിലുള്ള ആ വോട്ടർമാർക്കാണ് വോട്ട് ഇല്ലാതായി പോയത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. आपका पहचान में वोट कट गया है। लोकसभा में वोट गिराए थे, इसमें वोट कट गया। हमारा दादी जी है, घर पर चल के चलिए, मैं बात करा दे तो वोट कट गया है। मैं BLO के पास में जमा भी किए। आपका नाम? कालीकंद यादव हमारा नाम, शुभ नाम हुआ है। RJD के कार्यकर्ता हूँ. ഓക്കെ, RJD നേതാവായിട്ടുള്ള RJDയുടെ പ്രാദേശിക നേതാവായിട്ടുള്ള കാലികന്ത് യാദവിനോട് ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങളുടെ ഒരു പരിചയത്തിൽ വോട്ട് റദ്ദാക്കിയവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വസതിയിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ദാദി ജി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മാതാവ് അവർക്കാണ് വോട്ട് റദ്ദാക്കിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി ഇനി അത് വസ്തുത എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. ചലേ ജി ചലിയേ. किसको वोट कट किया? मेरा दादी जी के वोट कट गया है, बोला मृत्यु घोषित हो गया है। मैं ऑनलाइन पर चेक कराया, फिर भी वोट नहीं आया हुआ है। लोकसभा में दिए थे, विधानसभा में कट गया। दादी जी, हाँ दादी जी सामने है, पूछ लो। नहीं दिया वोट, क्या दौड़ बढ़ा के दिया, नहीं दे रहा। हाँ लोकसभा में वोट दिए थे, हाँ वोट दिया नहीं, मृत्यु हो गया है। नहीं अथियो नहीं दे चलता पाई दे दी हम सब यालो। ऑनलाइन पर चेक भी किया था, फिर भी BLO के पास में मैं कागज मैं खुद जमा किए थे। हमारा पास फोटो भी है, दादी जी का फोटो है हमारे पास में। सारा चीज दादी जी से लेके मैं जमा करने के लिए गए थे BLO के पास में, बोला आ जाएगा। फिर ऑनलाइन पर कल चेक कर, क्या बोल दिया? बोले मृत्यु घोषित है, कोई नहीं आ रहा है ऑनलाइन पर, कोई फोटो कोई प्रूफ ही नहीं आ रहा है। हाँ, ഇത് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ട് തട്ടിപ്പിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ട്, അതായത് ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തു കൊണ്ടുവരുന്നത്. അതായത് ഈ രാജ്കുമാർ ദേവിനെ ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മാതാവാണ്. ഇവർ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവർ മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന രേഖകളുമായി ഇദ്ദേഹം BLOവിനെ സമർപ്പിച്ചിരുന്നു. BLO പരിശോധിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഈ നിമിഷം വരെ വോട്ട് അവർക്ക് ലഭിച്ചിട്ടില്ല. നാളെയാണ് ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഇത് ഈ രാജ്കുമാർ ദേവിയുടെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇവിടെ ഈ പരിസരത്ത് തന്നെ നിരവധി ആളുകളുടെ വോട്ടുകൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായി കരട് പട്ടികയിൽ ഇവരുടെ വോട്ട് ഇല്ലാതായതിനെ തുടർന്ന് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് മരിച്ചുപോയി എന്നുള്ളതാണ്, സ്ഥലം മാറിപ്പോയി എന്നുള്ളതാണ്. ഇവരെല്ലാം കൃത്യമായ രേഖകൾ സമർപ്പിച്ചിട്ട് പോലും വോട്ട് കൃത്യമായി നൽകിയിട്ടില്ല. ഇതാണ് ഈ ജീവിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ നേരത്തെ യോഗേന്ദ്ര യാദവ് സുപ്രീം കോടതിയിൽ പോലും മരിച്ചുപോയി എന്ന് പറയുന്നവരെ ഹാജരാക്കിയിരുന്നു. രാഹുൽ ഗാന്ധി ഹാജരാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ബീഹാറിൽ നിന്ന് മീഡിയ വൺ കൂടി ഹാജരാക്കിയാണ്. ഈ സ്ത്രീ ഈ രാജ്കുമാർ ദേവി മരിച്ചിട്ടില്ല, അവർ വോട്ട് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് വോട്ട് ഇതുവരെ നൽകിയിട്ടില്ല. വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അതുൽ ചന്ദ്രനൊപ്പം ബീഹാറിൽ നിന്നും D ധനസുമോദ്, മീഡിയ വൺ.